Hello guys, welcome back to our channel. It's me Vaishusika. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്മിലേ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും കർക്കിടകം ഒന്നാണ്. കർക്കിടകം ഒന്നിന് എന്താണ് നിങ്ങൾക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് കുളിച്ചു. അതാണ് എന്നെപ്പറ്റി അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം കർക്കിടകം ഒന്നിനുള്ള സ്പെഷ്യാലിറ്റി. അല്ല ഞാൻ രാവിലെ എണീറ്റ് കുളിക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് കുളിച്ചു. പിന്നെ അതല്ല ഞാനിങ്ങനെ ഞങ്ങൾ കർക്കിടകം ഒന്നൊക്കെ ആകുമ്പോൾ ഞങ്ങൾ തറവാട്ടമ്പലത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇന്നലെ വരെ എനിക്ക് അങ്ങനെ ഒരു തോട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ പോകണമെന്നോ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ പോകേണ്ട രണ്ട് എന്താ പറയാ പോണെന്ന് വിചാരിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ അവിടെ പൂജ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പോണോ വേണ്ടെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു എന്നല്ലാതെ പോണമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ ഡേറ്റപ്പം എനിക്ക് എന്തോ അവിടെ പോണം തന്നെ മൈൻഡ് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. പക്ഷെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നാമത്തെ കാര്യം എന്നോട് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാർ ഓടിക്കാൻ അറിയാം, വണ്ടി ഓടിക്കാൻ അറിയാം, എല്ലാം ഉണ്ട് ഗൈസ്. ഓക്കെ, ലൈസൻസ് ഉണ്ട്, 2 വീലർ 4 വീലർ ലൈസൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്താണ് ഓപ്പോസിറ്റ് വണ്ടി വരുന്ന സമയത്ത് ലൈസൻസ് ഞാൻ അങ്ങ് മറക്കും ഗൈസ്. അന്നേരം ചിലപ്പോൾ ഞാൻ ബ്രേക്കിന്ന് കാലെടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ആക്സിലേറ്റർ നന്നായി കൊടുക്കും. അങ്ങനെ ഓപ്പോസിറ്റ് വണ്ടികൾ വരാത്തൊരു റോഡാണെങ്കിൽ ഞാൻ ഓടിക്കും. പക്ഷെ അങ്ങനെ റോഡ് നമുക്ക് ദൈവം സഹായിച്ചില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വണ്ടി എടുക്കാത്തത് ഗൈസ്. അതുകൊണ്ടാണ് എന്റെ കെട്ടിയും ഇവിടെ ആരും എനിക്ക് വണ്ടി ഒന്നും തരാത്തത്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കണം. പക്ഷെ ഞാൻ തിരിച്ചു വരും. അച്ഛനെ പറ്റിയതിനു ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ കാറിന്റെ ബാക്കിൽ ഇരിക്കുമ്പോൾ തന്നെ അയ്യോ സൂക്ഷിച്ച് എന്ന് പറഞ്ഞ് നടക്കുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് ഞാൻ വണ്ടി എടുക്കാത്തത്. അപ്പൊ എനിക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ 1-2 ബസ് കയറണം, ഒരു ഓട്ടോ കയറണം, അല്ലെങ്കിൽ 2 ഓട്ടോ 2 ബസ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ 2 ബസ് കയറേണ്ടി വരും. അതുകൊണ്ട് ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ഇവിടുന്ന് പോണ കാര്യം എനിക്ക് മടിച്ചാ നിന്നത്. പക്ഷേ എന്റെ മനസ്സ് വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു പോ ദർശിയെന്ന്. അങ്ങനെ അവസാനം ഞാൻ പോവാന്ന് വിചാരിച്ചു. പക്ഷെ അല്ലുട്ടിനെയും തുമ്പിനെയും എടുത്ത് പോവാന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു ടാസ്ക്കാണ്. കാരണം ബസ്സിലാണല്ലോ, എനിക്ക് ബസ്സിൽ പോകാൻ പേടിയാണ്. മക്കളെ എടുത്തിട്ട് ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് ഒരു പേടിയില്ല കേട്ടാ. അങ്ങനെ ഞാൻ എന്തായാലും തുമ്പീനെ എടുത്തിട്ട് പോകാൻ വിചാരിച്ചു. കാരണം അമ്പലമാണ്, അവിടെ നല്ല വഴുക്കൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ്. അപ്പോൾ എനിക്ക് അല്ലോട്ടനെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവനെവിടെ അടങ്ങിയിരിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ വിചാരിച്ചു ഓനെ നിർത്താം. അങ്ങനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി ചട്ടം കെട്ടി ഓനെ നിർത്തി തുമ്പീനെ എടുത്തിട്ടാണ് ഞാൻ ഒന്ന് പോയിണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ പോയി വന്നതിന് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നതെന്ന് മാത്രം. അതായത് ഞാൻ ഈ ലോങ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടില്ല, ഒരു ഷോർട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. പിന്നെ എനിക്ക് തോന്നി വേണ്ട, നമുക്ക് എല്ലാം എടുത്തേക്കാം. അങ്ങനെ ഫുൾ എന്താ പറയാ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല, പറ്റാവുന്ന ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇടാം, നിങ്ങൾ വീഡിയോ പോയി കാണ്. പിന്നെ എന്നോട് കുറേ പേര് ആരൊക്കെ ചോദിച്ചു ചേച്ചി മുടി മുറിച്ചപ്പോൾ മുടി വല്ലാണ്ട് കുറഞ്ഞു പോയ പോലെ ഉണ്ടോ എന്നൊക്കെ. ആക്ച്വലി ഗൈസ്, പണ്ട് ഞാൻ എണ്ണ ഇടുന്നത് വളരെ കുറവായിരുന്നു, ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്റെ മുടിയുടെ തിക്നെസ് കുറഞ്ഞ പോലെ ഇങ്ങനെ തോന്നുന്നത്. പിന്നെ എപ്പോഴും ഞാൻ ഹീറ്റ് കൊടുക്കുന്നത് നല്ലതല്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോ അങ്ങനെ ഒന്ന് കെയർ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം അത്രയും പോയേ, അതുകൊണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണ്ടപ്പോൾ തോന്നില്ലേ? ഇതാണ് കാര്യം. ഓക്കെ, പിന്നെന്തായിരുന്നു അങ്ങനെ എന്തൊക്കെയൊക്കെ വിശേഷങ്ങൾ ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ ആരൊക്കെ ചോദിച്ചു മെലിയാൻ വേണ്ടി എന്താ ചെയ്തു. ആക്ച്വലി ഞാൻ അത്യാവശ്യം നന്നായി മെലിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നന്നായി മെലിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് വേണ്ടി ഒന്നും ചെയ്തിട്ടല്ല ഗൈസ്. എനിക്കൊന്ന് തുമ്പിന്റെ അല്ലുവിനും പിന്നെ ഓടിയിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ കുറച്ചൊന്നും മെലിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബാക്കി ഞാൻ വീഡിയോസിലൂടെ പറയാം. നിങ്ങൾ വീഡിയോസ് പോയി കണ്ടോളൂ. പിന്നെ ഫസ്റ്റ് ടൈം നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലീസിൽ അല്ലെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്തോളൂ കേട്ടോ. ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ വല്ലപ്പോഴും അല്ലേ വീഡിയോ ഇടുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തിക്കോളും. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ പോയി കാണൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എവിടെ പോവാ? കുറേ നേരം ബസ് കാത്തു നിന്നു, ബസ് കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ കെട്ടാങ്കലേക്ക് ഓട്ടോയിൽ കയറി. അങ്ങനെ അവിടെ എത്തി. അപ്പോഴത്തേക്കും തുമ്പിക്ക് ഓട്ടോ കയറിയപ്പോൾ തന്നെ ഒരു ഉറക്കം വരുന്നുണ്ട് എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, ബസ് സ്റ്റോപ്പിലെത്തി. അവിടെയും ഇത് തന്നെ ശോക അവസ്ഥയായിരുന്നു. ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവൾ അപ്പുറത്തുള്ള ചേട്ടനെയും ഇപ്പുറത്തുള്ള ചേച്ചീനെയൊക്കെ ഒന്ന് തോണ്ടി നോക്കി. എൻ്റെ അല്ലേ മോള് അവരെയൊക്കെ ഒന്ന് തോണ്ടി ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ബസ് കിട്ടി കേട്ടോ. ഭാഗ്യത്തിന് ബസ് അവിടെ ചെറുപ്പ വരെയുള്ള ബസ് കിട്ടി, വീടിനടുത്ത് വരെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ് കയറി. അപ്പോഴത്തേക്കും തുമ്പി ഉറങ്ങി ഗൈസ്, ചെറുതായിട്ട് ഉറങ്ങി. അങ്ങനെ ചെറുപ്പ ഇറങ്ങി അവിടുന്ന് ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലേക്കല്ല, അമ്പലത്തിലേക്കാണ് പോകുന്നത്. അമ്പലത്തിലെത്തി കുറച്ച് നേരം തിരഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ആളെ കിട്ടിയത്. ഹാരി ഉണ്ടായിരുന്നു. അങ്ങനെ ആര്യയും തുമ്പിയും കൂടെ അമ്പലത്തിൽ തൊഴുത് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അമ്പലം.
അങ്ങനെ ഇതാ അവിടെ കുറേ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ മറന്നുപോയി. അങ്ങനെ അച്ഛൻ വേഗം മിഠായിയൊക്കെ കൊണ്ട് കൊടുക്കുക കേട്ടോ തുമ്പിമോക്ക്. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട കാര്യമേ മറന്നു കേട്ടോ. അവിടെ എത്തിയാൽ പിന്നെ എനിക്ക് വേറൊരു വൈബാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. തൊഴുതൊക്കെ കഴിഞ്ഞു കേട്ടോ, അതൊന്നും ഞാൻ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കാൻ എന്തൊക്കെ എൻ്റെ പാപ്പന്മാരാട്ടോ. പാപ്പനാണ് ഇതാ വിളമ്പുന്നത്. സാമ്പാറും പിന്നെ ഈ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു, അവിയലല്ലേ? യെസ്, അവിയൽ, പായസം, പിന്നെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ ഞാൻ പിന്നെ എടുത്തതാണ് കേസ്. ഇത് ഉപ്പേരി, പപ്പടം, അച്ചാറ്, പിന്നെ പ്രസാദം, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തുമ്പി ആര്യൻ്റെ അടുത്താണ് ഇരുന്നത്. അവൾ ഒക്കെ വയ്യട്ടോ, ജലദോഷമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ പോയതാണ്. ഇത് കണ്ടേ ഞങ്ങളെ മേമയാണ്. കണ്ടു നിൽക്കടി മാറടി, ഞാനൊന്ന് റെഡി ആയി നിൽക്കട്ടെ, സെൽഫി എന്നാണ് വിചാരിച്ചപ്പോൾ അവൻ വീഡിയോ ആണെന്ന് പിന്നെയാണ് അറിഞ്ഞത്. അയ്യോ എൻ്റെ പൂവേ ഈ വീഡിയോ എടുക്കലായിരുന്നു, അപ്പുറത്തുകൂടി ഓടുന്നുണ്ട്. അവിടെ പോയി നമ്മൾ യൂട്യൂബിൻ്റെ കഥ എല്ലാവർക്കും പറയാനുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ്. അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നേരം എല്ലാവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് കുറേ ഒരു ആശ്വാസം കേട്ടോ. കുറേ കാലത്തിന് ശേഷം മനുഷ്യന്മാരെ കണ്ട് വർത്താനം പറയുമ്പോഴേ. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയത് ആര്യ ഒരു ചായയൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന അവലൂസ് പൊടിയൊക്കെ എടുത്ത് കഴിച്ച്. പിന്നെ ആര്യയും തുമ്പിയും കൂടെ എന്തൊക്കെയോ ആര്യൻ്റെ വ്ളോഗിലേക്കൊക്കെ എന്തൊക്കെയോ എടുക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന്. പിന്നെ അധികം നേരം നിൽക്കാൻ എനിക്കൊരു പേടി, കാരണം തിരിച്ചു വരുന്ന ബസ് എപ്പോഴാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അമ്മ പൊക്കോട്ടെ, ചാച്ച പൊക്കോട്ടെ. മഴ പെയ്യുന്നു പൊന്നെ, വാ പൊന്നിവിടെ നിക്കുക. നമ്മോട് പൊക്കോ പറയും, ബായ് പറ. ബായോ ഇങ്ങോട്ട് വാ, പോവും നമുക്ക് വീട്ടില്. ഏട്ടൻ കാത്തു നിക്കുക. ആര്യന്റെ അടുത്താണോ? അയ്യടി വാ പോവാ. അയ്യടി വിളിച്ചു. അപ്പു വരട്ടെ പറ. ഇവിടെ ഇങ്ങോട്ട് നോക്കി അപ്പു വരട്ടെ, ശരിയാക്കി തരാം. അതിപ്പോ കിടന്ന് ഉറങ്ങാൻ മതി. വാ വാ തുമ്പമ്മേ, മാടി പോവടി. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണേ. നല്ല മഴ കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ പാപ്പൻ്റെ പീടികയിൽ കയറി നിന്ന് ഓട്ടോ വിളിച്ച്. ആര് ഞങ്ങൾ ഓട്ടോ കയറ്റി തരാൻ വേണ്ടി ഇവിടെ വരെ വന്നതാട്ടോ. ഇത് നമ്മൾ പാപ്പൻ്റെ പീടിയാണ്. ഇവിടെ അച്ഛനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കലുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അച്ഛൻ്റെ ഫ്രണ്ട് ഉണ്ട് സജിമാമ പറഞ്ഞാൽ എന്താ അറിയോ, ഞങ്ങളോട് ഞാനൊക്കെ യൂട്യൂബിൽ നിങ്ങളെ വീഡിയോ എപ്പോഴും കാണുന്നുണ്ട്. നാത്തൂന് പൈസ ഉണ്ടാക്കാല്ലേ, കുറച്ച് പൈസ അങ്ങോട്ട് തരണം കേട്ടോ എന്നൊക്കെയാണ് കേട്ടോ പറയൽ. അപ്പോൾ എന്തായാലും ഇത് ആര്യൻ തുമ്പിയും കൂടെ വെള്ളത്തിൽ കളിക്കുകയാണ്. ഒക്കെ ഭയങ്കര ഇഷ്ടമായി മഴയത്ത് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. നല്ല മഴ കാണാൻ നല്ല രസമുണ്ട്, പക്ഷേ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല ഗായ്സ്. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ 2 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ്സിന് പോകണം. ഓഫ്ലൈൻ ക്ലാസ് ആട്ടോ, ഓൺലൈൻ അല്ല, വയനാട്ടിൽ പോകണം. അപ്പോൾ ഈ മഴയത്ത് ഞാൻ എങ്ങനെ പോയി വരും ഗായ്സ്? എനിക്കത് ഭയങ്കര ടെൻഷനാണ്. പോയി വരുമ്പോഴത്തേക്കും ലേറ്റ് ആവില്ലേ എന്നൊക്കെ ഭയങ്കര ടെൻഷനാണ്. നോക്കാം, എന്തെങ്കിലും വഴിയില്ലാതെ പറ്റില്ലല്ലോ അല്ലേ. അങ്ങനെ ആര്യയാണെങ്കിൽ ആര്യനെ വീട്ടിലേക്ക് പോകാം. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ വൈശാഖിൻ്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് ചെറുപ്പേ വരുന്ന വഴിയൊക്കെ കുറേ കടയും, കാരണം വെള്ളം കയറിയിട്ടേ. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ എപ്പോഴാണ് അങ്ങോട്ട് വരിക എന്ന് എനിക്കറിയില്ല. അമ്മേനെ കാണാതെ പോകുന്നതുകൊണ്ട് എന്തോ പോലെ തോന്നുകയും ചെയ്യാം കേട്ടോ. അവിടെ വരെ വന്നിട്ട് അമ്മേനെ കാണില്ലല്ലോ, അമ്മ ജോലിക്ക് പോയല്ലേ, വൈകുന്നേരം എത്തുള്ളൂ. ആ സമയം വരെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചു പോകുന്നത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ ഞങ്ങളങ്ങ് പോവുകയാണ്. പിന്നെ അല്ലൂട്ടനെയും കൂട്ടിയില്ലല്ലോ, ഞാനാ സങ്കടം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ തിരിച്ച് പോകാൻ വിചാരിച്ചിട്ടോ. ഓട്ടോ വിളിച്ചിട്ട് കുറേ നേരമായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഓട്ടോ വരാൻ കുറച്ച് ലേറ്റ് ആയത് നന്നായി എന്തുകൊണ്ടും. കാരണം ഓട്ടോ ഇറങ്ങിയാലും അവിടെ നിന്ന് എനിക്ക് ബസ് കിട്ടലും ഒരുമിച്ചായിരുന്നു ഗൈസ്. അങ്ങനെ ഇതാ ആര്യയുടെ വ്ളോഗ് എടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഓട്ടോ വന്ന് ഓട്ടോയിൽ കയറി ചാച്ചാ ബേബി പറഞ്ഞ് പോവാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ ഏട്ടൻ അവിടെ നിർത്തി തന്നു. ഇത് അച്ഛൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഓട്ടോയിലുള്ളതൊക്കെ അവിടെയുള്ള ഓട്ടോ ഏട്ടന്മാരൊക്കെ നമുക്കറിയാം, അച്ഛൻ അവിടെ ഓട്ടോ ഓടിച്ചതാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോഴും ആര്യനെ ചോദിക്കുന്നത് ശരിക്കും ആര്യ പോയി. ഇതാണ് ഗായ്സ് എൻ്റെ നാട് ചെറുപ്പ. ആക്ച്വലി നമുക്ക് എത്രയൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റുമാണ് അല്ലേ. നമ്മൾ സ്കൂളിൽ പോകുന്ന സമയം അല്ലെങ്കിൽ എപ്പോഴും ഞാനൊക്കെ ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ നിന്നൊക്കെ ഹോസ്റ്റലിൽ നിന്നൊക്കെ വരുമ്പോൾ അവിടെ എത്താൻ കാത്തു നിൽക്കും. അച്ഛൻ്റെ വണ്ടിയിലൊക്കെ അങ്ങോട്ട് പോകണോ കളിക്കുമ്പോൾ എന്തോ ഒരു സങ്കടം. അമ്പലത്തിൽ പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അവിടെ എവിടേക്കോ അച്ഛൻ്റെ ഒരു പ്രസൻസ് തോന്നും. എന്നാലും അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എന്നുള്ളൊരു മൈൻഡ് സെറ്റും ആവും കേട്ടോ.
എനിവേസ് ഞങ്ങൾ തിരിച്ചതാ ബസ് കിട്ടി. ഡയറക്റ്റ് കെട്ടാങ്കലേക്കുള്ള ബസ് കിട്ടിയതുകൊണ്ട് ഒരു സമാധാനം. ഇനിയിപ്പോൾ ഇറങ്ങി വേറെ ബസ് കയറൊന്നും വേണ്ട, നേരെ അവിടെ പോയി ഇറങ്ങിയാൽ മതി ഗൈസ്. അങ്ങനെ ഇതാ തുമ്പിപ്പെണ്ണ് പയ്യെ ഉറങ്ങി പോവാണ് കേട്ടോ. അധികം ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഇന്ന് 2 ഗ്ലാസ് പായസം കുടിച്ചില്ല. മൊത്തമായിട്ട് പെണ്ണ് ഉറങ്ങി പോവാണ്. ബോധം കിട്ടുമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇതാ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ബേക്കറി പോയി. ഇപ്പോൾ ഞങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലാതെ പറ്റില്ല ഗൈസ്. നിങ്ങൾ എവിടെ പോയാലും ഡ്രാഗണാണ് വാങ്ങുക, കാരണം അവർ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ കെട്ടാങ്കലൂടെ നടന്ന് വരികയാണ്. ഇനി ഓട്ടോ സ്റ്റാൻഡിൽ പോകണം. അപ്പോൾ കുറച്ച് സാധനങ്ങൾ അവിടുന്ന് മേടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയി ഓട്ടോ ചേട്ടനെടുത്ത് ഗൂഗിൾ പേ ഉണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചിട്ട് കയറി, കാരണം കയ്യിൽ ലിക്വിഡ് ഇല്ലായിരുന്നു ഗ്യാസ്. അങ്ങനെ തിരിച്ചതാ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തുമ്പിപ്പെണ്ണ് നല്ല ഉറക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അതേപോലെ എനക്കാതെ അവിടെ കിടക്കാം, കാരണം എനിക്ക് എക്സാം ആണല്ലോ, എനിക്ക് ടെൻഷൻ കയറിയിട്ട് വയ്യ. അതുകൊണ്ടാണോ ഈ അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോകണമെന്ന് എനിക്കറിയില്ല. എനിക്ക് പണ്ടും ഇങ്ങനെ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ എനിക്ക് ഭയങ്കര ഭക്തി കൂടുതലാണ് കേട്ടോ. ആ സമയത്ത് ഇത് നമ്മളവിടെയുള്ള പുഴയാണ് കേട്ടോ. അതിൻ്റെ പേരെന്നോട് ചോദിക്കരുത് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതവിടെ നന്നായി വെള്ളം കയറിയിട്ട് നല്ല ഒഴുക്കുള്ള വെള്ളം കേട്ടോ. ഇവിടെ ഈ പ്രേതത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞ വൈശാട്ടാ വണ്ടിനെ പേടിപ്പിക്കലുണ്ട്. ഇനി സംഭവം സത്യമാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇത് നമ്മൾ വീട്ടിലേക്ക് എത്തി ഗൈസ്. മറ്റേ സംഗീതമൊക്കെ ഫുള്ള് വെള്ളത്തിലായിണോ അല്ലേ? അതല്ലേ ഞാൻ വിളിക്കാൻ നാളെ നമ്മള് പോവാൻ കഴിയായിരിക്കൂലേ? ഓല അവിടെയൊക്കെ വെള്ളേക്കും. ഇങ്ങോട്ട് ചതി കൂടി വീഡിയോ എടുക്കുക അല്ലേ? ഇവിടെ ഒരു പീസ് ഉണ്ടല്ലോ. അങ്ങനെ അച്ഛൻ അവിടുന്ന് കുറച്ച് പായസം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലോട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പായസം അവന് കൊടുക്കുന്നതാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുമ്പിമോളെ ഞാൻ അവിടെ കൊണ്ടുവന്ന് കിടത്തിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എണീറ്റ് വന്ന് പിന്നെ ഇതാ അച്ഛൻ്റെ മടിയിലിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടുന്ന് ചായ കുടിച്ച് ഇവർക്കൊക്കെ പായസം കൊടുത്ത് അമ്മ ആ പായസമൊക്കെ എല്ലാവർക്കും ആക്കി കൊടുക്കുകയാണേ. അത് കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ച് അവർക്ക് കൊടുത്ത് ഞാൻ പഠിക്കാൻ വന്നു ഇതാ വോയിസ് ഓവർ ചെയ്യുക. അങ്ങനെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേഗം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സീ യു.